4:41 നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പോവാണ്. ഇത് ബേസിക്കലി തമിഴ്നാട്ടിലാണ്, കൊല്ലി ഹിൽസ് എന്ന് പറയും. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ശിവരാജ് എന്ന് പറയുന്ന പുള്ളിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരോടാണ് ഇന്ന് പോകുന്നത്. അടുത്ത മഴ തുടങ്ങി, പോയി മൊത്തം നനഞ്ഞ്. Go with the flow. നല്ല അടിപൊളി മഴയായിരുന്നു. നല്ലോണം മഴയും നനഞ്ഞ് പനിയും ആവുമെന്ന് തോന്നുന്നു മിക്കവാറും. ഇപ്പം നമ്മൾ നല്ല ഹൈവേയിലേക്ക് കയറിയേക്കുവാണ്. ഇനി നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ ഏകദേശം ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് പുതിയൊരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ പറപ്പിക്കാം. ഇനി സേലത്തിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ കൂടെ. ഓ, സീ ദ വ്യൂ ഭയങ്കരമാണ്, അൾട്ടിമേറ്റ്. നമ്മളിപ്പോൾ ഒരു ഡീവിയേഷനിലേക്ക് കയറിയേക്കുവാണ്. ലൈറ്റ് ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നവർക്കൊന്നും കാണില്ല. കെയർ ഫോർ അതേഴ്സ് ഓൾവേസ്. വി കെയർ ഫോർ ദം, ദേ വിൽ കെയർ ഫോർ അസ്. ഇല്ലെങ്കിൽ അവർ അടിച്ചു അവരും നമുക്ക് പണി തരും. ഓഫ് റോഡ് വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പുറകിലത്തെ സിങ്ങാമിൻ്റെ ഒരു ബുഷ് എന്തോ പോയി കിടക്കുവാണ്. അപ്പോൾ ഈ ഹമ്പൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നല്ല അടിയുണ്ട് പുറകിൽ. അപ്പോൾ സസ്പെൻഷൻ നല്ല പ്രഷർ വീഴുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കി ശരിയാക്കാൻ, പക്ഷെങ്കിൽ ആരും നമ്മൾ ഈ ട്രിപ്പ് വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ ടൈം കിട്ടിയില്ല. ഗൈസ്, ഇത് ഇടയ്ക്കൊണ്ട് ബാരിക്കേഡ് എന്തിനാണാവോ വെക്കുന്നത്? ഇന്നാതെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. കണ്ടോ, ഇതാണ് പ്രശ്നം. 2 ട്രക്ക് കൂടെ ഒരുമിച്ച് പോകും. ഒരു ലെയിൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നതില്ല. എസ്പെഷ്യലി തമിഴ്നാട് റോഡ്സിലൊന്നുമില്ല. 2 ട്രക്ക് ഒരുമിച്ച് റേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഒന്നിൻ്റെ സ്പീഡ് 15, ഒന്നിൻ്റെ സ്പീഡ് 10. പക്ഷെ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ബൈക്കിലായതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കയറിക്കൊണ്ട് പോവാം. കാറിലാണെങ്കിൽ സീനാണ്. പിന്നെ ഫുൾ ടെസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ
ഇപ്പോൾ സേലത്തുനിന്ന് ഡീവിയേറ്റ് ചെയ്തേക്കുക. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 81 കിലോമീറ്റർ. ഇത് നമ്മളിപ്പോൾ ഡിണ്ടുഗൽ റൂട്ടിലേക്ക് കയറി. മാഷല്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഒരു ഗ്രാമം പോലെ കിടക്കുന്ന ഏരിയ. പക്ഷേ ബ്യൂട്ടി, ഭയങ്കര ബ്യൂട്ടിയാണ്. ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഇത് ഫോറസ്റ്റ് എക്സ്പോർട്ടാണ്. അവിടെ എന്തോ കുരങ്ങന. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടുത്തെ ആൾക്കാർ ആരും ഹെൽമെറ്റ് ഇല്ലത്തില്ല, കണ്ടോ? ഇവിടെ കയറിയപ്പോഴത്തേന് നെറ്റ്വർക്ക് എല്ലാം പോയി. ഈ നെറ്റ്വർക്കൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഹിൽ സ്റ്റേഷൻ പോലെയൊക്കെയാണ്. പക്ഷേ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനല്ല. അതുകൊണ്ട് നെറ്റ്വർക്കും ഇല്ല. പിന്നെ ഹോട്ടലിന് വൈഫൈ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ പല കാര്യങ്ങളും ഇല്ല. പക്ഷേ എങ്കിൽ ഇവിടെ മേജർലി റൈഡ്, നിങ്ങൾ ബൈക്ക് എന്തൂസിയാസ്റ്റാണ്, ഇത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു 72 എയർപിൻ ബെൻസ് ഇതുണ്ടോ, ഇങ്ങനെ കയറി പോവാം. ഭയങ്കര നൈസ്. ഇത് 400 meters above sea level. ഹെയർപിൻ ബെൻഡ് രണ്ടാമത്. ഈ കൊല്ലി ഹിൽസിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ട്രാവലുണ്ട്. എന്ന് വെച്ചാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇത്ര മീറ്റേഴ്സ് ട്രാവലുണ്ട്. അതിന് ശേഷമേ അടുത്ത ബെൻഡ് വരത്തുള്ളൂ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. മറ്റിടത്തൊക്കെ എന്ന് ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന്, എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് അടുത്ത ബെൻഡിലേക്ക് വരും. ഇതുണ്ടോ, ഇത് തേർഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് കോട വരുന്നത്. നിങ്ങൾക്ക് എക്സോസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? BMC ചെയ്തതിന് ശേഷം ആണ് ചെറിയൊരു വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്, ഒരു ഗ്രൗളിങ് സൗണ്ട്. അത് ഇത്ര RPM എത്തണം, അങ്ങനെയാണ്. എന്നാലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റ് ഫോട്ടോടാ. എടാ ഏത് ലെവലടാ, നല്ല ഫോട്ടോ കിട്ടുന്നുണ്ടല്ലേ. ഇത് പോയി ഇത് എവിടെ എഡിറ്റ് ആക്കാൻ പറ്റും. ഇതെല്ലാം പോർട്രേറ്റ് ആയിട്ട് ഇത് അടിപൊളിയല്ലേ. അത് സെറ്റ് ആയിട്ടുണ്ട്. എന്തോ ഒരു വിഷമത്തിലാ പുള്ളി ഇരിക്കുന്നത് കേട്ടാ. കഴിക്കാനൊന്നും കിട്ടുന്നില്ല. ഓ, ഈ വ്യൂ മാത്രം ഭയങ്കരമായിട്ടുണ്ട് മോനെ. അയ്യോ, ഏകദേശം നമ്മൾ ആ താഴെ വെച്ച് കണ്ട മലയുടെ 46 RPM വരെ എത്തി. ഇനിയുണ്ട്.
അപ്പോൾ നമ്മൾ ഒത്തിരി റൈഡേഴ്സ് ഉണ്ട്, ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം ലോക്കൽസാണ് ഈ പോകുന്നതൊക്കെ. പിന്നെ അല്ലാതെ ഒത്തിരിയും റൈഡേഴ്സ് ഉണ്ട്, പക്ഷേ ആരും സ്റ്റേ അടിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാവരും ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് നാളെ രാവിലത്തെ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കാമെന്നൊരു പ്ലാൻ വന്നത്. അപ്പോൾ നാളെ രാവിലെ ഒരു 4 o'clock നമ്മൾ തിരിച്ചു വിടാനുള്ള പ്ലാനാണ്. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇത്രയും ടയറിങ് അല്ല ട്രാവല്, ഇത്രയും ടയറിങ് അല്ല. നമുക്ക് തോന്നില്ല ഒരു ഹിൽ സ്റ്റേഷൻ ക്ലൈംബ് ചെയ്യാന്നുള്ളൊരു ഇത് ടയർഡ്നെസ് വരത്തില്ല. നമ്മൾ നോർമലായിട്ട് കയറുന്നിട്ടാണ് പോകുന്നത്. ഇത് എതുവരെയായി പോകുന്നത്. എന്നെ തോട്ടിലിറക്കി പതുക്കെ പോയിക്കൂടെ? എന്ത് പോക്കാതിപ്പോൾ അത്. ഇതാണ് അവസ്ഥ. ഇത് കംപ്ലീറ്റ്ലി ചേഞ്ചായി അറ്റ്മോസ്ഫിയർ. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഫ്രണ്ടിലുള്ള ഒറ്റ വണ്ടി കാണാൻ പറ്റൂല. എൻ്റെ മോനെ, ദിസ് ഈസ് എ ക്ലൈമറ്റ്. അത് സ്റ്റാർട്ടിങ് മാത്രമാണ്. ജിപ്സി പക്ക മോഡിഫൈഡ് ആണല്ലോ, ഓഫ് റോഡ്. നമ്മളിപ്പോൾ മറ്റേ മേഘത്തിനുള്ളിലേക്ക് കയറി വന്നിട്ടില്ലേ? കിന്നക്കോര അന്ന്, പക്ഷെ അത്രയും കോടയില്ലായിരുന്നു നമുക്ക് കിന്നക്കോര പോയപ്പോ. ഇത് വേറെ ലെവലാണ്. ഇത് നമുക്ക് ഒന്നും കാണുന്നില്ല. ഇത് അടിപൊളിയല്ലേ, സീനല്ലേ? ഓ 70/70. യെസ്, വി റീച്ച്ഡ് ഫൈനലി കൊല്ലി. നീ ശ്രദ്ധിച്ചില്ല? അവിടെ 70 എഴുതിയേക്കുന്നത്. അതില്ലടാ, അത് കാണും, ഫ്രണ്ടിൽ കാണും. നോക്കാം. ആ, നോക്കിയിട്ട് വന്നാലോ? നാളെ തിരിച്ചു വരുമ്പോൾ എടുക്കാം, നിർത്താം. ഇതെവിടാണ് നമ്മള്? ഗായ്സ്, ലുക്ക് അറ്റ് ദിസ്. നമ്മളിപ്പോൾ ഏതോ ജില്ലയിലെത്തി. ഇത് മൊത്തം കോട കൊണ്ട് നിറഞ്ഞേക്കും. ക്യാമറയിൽ എത്ര ജസ്റ്റിഫൈ ആവുമെന്ന് പറയാൻ പറ്റില്ല. ക്യാമറയിൽ എത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ദിസ് ഈസ് സംതിങ് എൽസ്. നേരെ ഒരു ടൗണിലേക്കാണ് ചെല്ലുന്നത്. അതാ, ഇതാണ് കൊല്ലി മല. ഇതാണ് ഇവിടുത്തെ ഒരു ടൗണ്. ഇവിടെ കണ്ടില്ലേ, പല രീതിയിലുള്ള ചിപ്സ് ഐറ്റമാണെന്ന് തോന്നുന്നു. ചിപ്സും എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വന്ന സമയം മാറ്ററാവും. നെറ്റ്വർക്ക് ഉണ്ടോ? നെറ്റ്വർക്ക്
ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ബാംഗ്ലൂരിലേക്ക്. നമ്മൾ സ്റ്റേ എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ വീക്കെൻഡൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല ബെസ്റ്റാണ്, പീസ്ഫുള്ളാണ്, ഇൻ്റർനെറ്റൊന്നുമില്ല, ടെൻഷൻസൊന്നുമില്ല. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്കൊരു വീക്കെൻഡ് ബ്രേക്കിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ വിസിറ്റ് കൊല്ലി ഹിൽസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഹിയർ. നിങ്ങൾക്ക് ഞാൻ ക്യാമറ ഓൺ ചെയ്യും. അല്ലെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറ വെച്ചതാ പോട്ടെ.